ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചിരിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, സുപ്രീം കോടതിയുടെ അടക്കം നിർദ്ദേശം ലംഘിച്ചുകൊണ്ടുള്ള ഒരു നിയമനമാണ് ഇപ്പോൾ VCമാരുടെ കാര്യത്തിൽ ഗവർണർ എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? പ്രധാനമായും സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലാണ് ഇന്നിപ്പോൾ ഗവർണർ ഈ ഒരു നിയമനം നടത്തിയിരിക്കുന്നത്, താൽക്കാലിക VC നിയമനം നടത്തിയിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ പട്ടികയിൽ നിന്നും, സംസ്ഥാന സർക്കാർ നൽകിയ പാനലിൽ നിന്നുള്ളവരെ വേണം നിയമിക്കാൻ എന്നുള്ള സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ഇത് എന്നിരിക്കെയാണ് വിഷയത്തിൽ ഇപ്പോൾ അതൃപ്തി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ നിയമനം റദ്ദാക്കണം എന്നുള്ളൊരാവശ്യം ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വീണ്ടും ഗവർണർക്ക് കത്തയച്ചു. രാവിലെ ഗവർണർക്ക് ആദ്യ കത്തയച്ചപ്പോൾ അതിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പാനലിൽ നിന്ന് വേണം നിയമനം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാവിലെ ഒരു കത്ത് നൽകിയിരുന്നു. പക്ഷെ ആ കത്തിന് തൊട്ടു പിന്നാലെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഈ താൽക്കാലിക VCമാരായി സിസ തോമസിനെയും K ശിവപ്രസാദിനെയും നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ നിയമനം റദ്ദാക്കണം, കാരണം ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധി വന്ന ശേഷവും അതിന്റെ അന്തസ്സത്തെക്കെതിരായിട്ടുള്ള നടപടിയാണ് ഗവർണറിൽ നിന്നുണ്ടായിരുന്നത്. ഈ കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഇന്ന് നിയമിച്ചവർ സർക്കാർ പാനലിൽ നിന്നുള്ളവരല്ല, അതുകൊണ്ട് തന്നെ ചാൻസലർ സർക്കാരുമായി യോജിച്ച് തീരുമാനമെടുക്കണം എന്നുള്ള കോടതി വിധി അതും ലംഘിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ നിയമനം റദ്ദാക്കണം എന്നുള്ളൊരാവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് മുന്നിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഷീജ, നേരത്തെയും ഇതുപോലെ സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് ആളെ നിയമിക്കാതെ അദ്ദേഹത്തിന്, അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ നിയമിക്കുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെയാണ് ഹൈക്കോടതിയിലേക്കും പിന്നീട് സുപ്രീം കോടതിയിലേക്കും സംസ്ഥാന സർക്കാർ പോകുന്നത്. ഈ രണ്ടിടങ്ങളിലും സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഉത്തരവുകളാണ് കോടതി പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി, കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പാനലിൽ നിന്നും മാത്രമേ ഗവർണർക്ക് അപ്പോയിൻമെൻറ്റ് നടത്താൻ കഴിയൂ എന്ന ഉത്തരവ് ശരിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഗവർണർ പോകുന്നത്. അത് കോടതി അലക്ഷ്യമായിട്ടുള്ള ഒരു നടപടിയല്ലേ? ഇത്രയും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിനെ മറികടന്ന് നിയമനം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് എന്ത് വിലയാണ് അദ്ദേഹം നൽകുന്നത്, ഗവർണർ? തീർച്ചയായും ഷമി, ഏതായാലും സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധി, അതോടൊപ്പം തന്നെ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഗവർണറുടെ തീരുമാനം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ആകട്ടെ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും ഇതിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന, സംസ്ഥാന സർക്കാരിന്റെ പാനലിൽ നിന്ന് തന്നെ വേണം VCമാരുടെ, അതായത് താൽക്കാലിക VCമാരുടെ നിയമനം പോലുള്ള കാര്യവും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണറുടെ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിന് എന്ത് നിയമസാധുതയാണ് എന്നുള്ളത് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ ചോദിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമമന്ത്രി P രാജീവിന്റെ പ്രതികരണവും വളരെ നിർണായകമാണ്. ഈ വിഷയത്തിൽ നിയമവിരുദ്ധമായ ഒരു തീരുമാനം, അത്തരത്തിൽ ഒരു തീരുമാനത്തിലൂടെ വരുന്ന വൈസ് ചാൻസലർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുമ്പോൾ അത് എന്ത് തരത്തിലുള്ള വാലിഡിറ്റിയാണ് ആ സർട്ടിഫിക്കറ്റുകൾക്ക് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. ഏതായാലും വിഷയത്തിൽ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഈ വിഷയം ഇതിനകം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ള കാര്യം തന്നെയാണ്, ഇവിടുത്തെ വിശദാംശങ്ങൾ അറിയിക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് അതിൻ്റെ നിയമാവലിയിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ പാനലിൽ നിന്നും മാത്രമേ നിയമനം നടത്താൻ കഴിയൂ. അത് നമ്മുടെ നിയമവ്യവസ്ഥ പരമോന്നത കോടതി വരെ അംഗീകരിക്കുകയാണ്. പക്ഷേ ഗവർണർ, ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ ആ ഉത്തരവിന് പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്നൊരു മെസ്സേജ് അത് നമ്മുടെ സമൂഹത്തിലേക്ക് നൽകുന്നത് എന്ത് സന്ദേശമാണ്? അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവ് പോലും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന ഒരു പ്രഖ്യാപനമല്ലേ അത്? ഈ രാജ്യത്ത് പിന്നീട് എങ്ങനെയാണ് ഒരു നീതിന്യായ വ്യവസ്ഥ കൃത്യമായി നടന്നു പോവുക? ഷീജ.
VC നിയമനം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചിരിക്കുന്നു. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലർമാരെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പോലും മറികടന്നുകൊണ്ട് ഗവർണർ നിയമിച്ചിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു കത്താണ് ഇന്ന് മുഖ്യമന്ത്രി അയച്ചിരിക്കുന്നത്. നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ഗവർണർ നടത്തണം എന്ന ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നു. ഈ 2 നിയമനങ്ങൾ റദ്ദാക്കണം എന്ന ആവശ്യവും മുഖ്യമന്ത്രിയുടെ കത്തിൽ ഉയർത്തിയിരിക്കുന്നു. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് KSU നേതാവ് ജൂബിൻ ജേക്കബ് ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കോട്ടയം വെസ്റ്റ് പോലീസാണ് കേസെടുത്തത്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇപ്പോൾ സനോജ് ചേരുകയാണ്. സനോജ്, കഴിഞ്ഞ ദിവസം ഈ KSU നേതാവ് വാഹനമോടിച്ച് ഏതാണ്ട് 8 വാഹനങ്ങൾ ഇടിച്ചിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുമായിട്ടുള്ള ഈ ജൂബിൻ ജേക്കബിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഇയാൾ KSUവിൻ്റെയും മറ്റ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇയാൾ എന്തൊക്കെ സ്ഥാനങ്ങളാണ് വഹിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സനോജ്? ഷമി, KSUവിൻ്റെ സജീവ പ്രവർത്തകനും CMS കോളേജിലെ KSU ഭാരവാഹി കൂടിയാണ് ഈ ജൂബിൻ ജേക്കബ്. ജൂബിൻ ജേക്കബ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അങ്ങനെ ഇന്നലെ CMS കോളേജ് KSU യൂണിറ്റിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് ഈ ജൂബിൻ 8ഓളം വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച്, അതായത് ലഹരിയിലായിരുന്നു, ലഹരിക്കടിമപ്പെട്ട ജൂബിൻ 8ഓളം വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച് വാഹനം നിർത്താതെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ വാഹനം പിന്നീട് ഒരു മരത്തിൽ പോയി ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഈ ജൂബിൻ ഇടിപ്പിച്ച വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഭീകരമായിട്ടാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, കോട്ടയത്തു നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റൂട്ടിലാണ് ഇത്തരത്തിൽ, പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ്, ആ റോഡിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. ലഹരിയിലായിരുന്നു, ലഹരിക്കടിമപ്പെട്ട ജൂബിൻ 8ഓളം വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച് വാഹനം നിർത്താതെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ വാഹനം പിന്നീട് ഒരു മരത്തിൽ പോയി ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഈ ജൂബിൻ ഇടിപ്പിച്ച വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഭീകരമായിട്ടാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, കോട്ടയത്തു നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റൂട്ടിലാണ് ഇത്തരത്തിൽ, പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ്, ആ റോഡിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയായിരുന്നു. ഇങ്ങനെ ഓടിച്ച ജൂബിനെതിരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഒരാൾ പരാതിയുമായി രംഗത്ത് വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ ചുമത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയപ്പെടുന്നത് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് 281 നമ്പർ വകുപ്പും, ജീവൻ അപകടത്തിലാക്കും വിധമുള്ള ഡ്രൈവിങ്ങിന് 125A വകുപ്പും, അപകടത്തിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകാതെ വാഹനം ഓടിച്ചു പോയതിന് 134A എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ ഈ ജൂബിനെ നാട്ടുകാർ, അതായത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ ജൂബിൻ വാഹനം നിർത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, റോങ് സൈഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എതിരെ വരുന്ന ആളുകളുടെ ജീവൻ്റെ വില കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരൊക്കെ അപകടത്തിൽ പരിക്കേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ജൂബിനെ, KSUവിൻ്റെ പ്രവർത്തകനായ ജൂബിന് മുൻപ് ലഹരി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസ് വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ജൂബിനെ മുൻപ് തന്നെ KSU അവരുടെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഔദ്യോഗിക വിശദീകരണം എന്ന നിലയിൽ പുറത്തു വരുന്ന വാർത്തകൾ. എന്നാൽ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ കൂടി നമുക്ക് വരും മണിക്കൂറുകളിൽ നൽകാൻ കഴിയും. എന്തായാലും സംഭവം ഉണ്ടായ ഉടനെ ഒരു തട്ടിക്കൂട്ടിയ ഒരു ലെറ്റർ പാഡിൽ ജൂബിനെ നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നു എന്ന തരത്തിലാണ് KSUവിൻ്റെ വിശദീകരണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ തോതിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് 8ഓളം വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ച ജൂബിനെ ഒടുവിൽ നാട്ടുകാരാണ് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത്. പിന്നീട് ഇടിയുടെ ആഘാതത്തിൽ, വാഹനം ഓടിച്ച മരത്തിലിടിച്ച ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ ജൂബിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അവിടെ നിന്ന്
കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നമ്മൾക്ക് ഇത്രയും വലിയ സംഭവ വികാസങ്ങൾ അലക്ഷ്യമായ രീതിയിൽ വാഹനം ഓടിച്ച് നിരവധി ആളുകളുടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി ചെറിയ തോതിലുള്ള പരിക്കുകൾ ഉണ്ടാക്കിയിട്ട് പോലും ഇത്രയും മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരിയുടെ അടിമപ്പെട്ട് ലെക്ക് കെട്ട് മുന്നോട്ട് പോയ ഒരു KSU പ്രവർത്തകൻ അല്ലെങ്കിൽ KSU നേതാവ് ഇത്തരത്തിലുള്ള അപകടം വരുത്തിയിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയല്ല. SFIയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ മുൻകാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച ആരെങ്കിലുമൊക്കെ അതിൻ്റെ ഭാഗമായി വരികയാണെങ്കിൽ വാർത്തകൾ കൊട്ടിഘോഷിക്കുന്ന ആളുകൾ ഇതൊരു വാർത്തയേ അല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്ത. ഷമ്മി, കോട്ടയത്ത് KSU നേതാവ് മദ്യപിച്ച വാഹനം ഓടിച്ച് 8ഓളം വാഹനങ്ങളിൽ ഇടിച്ചു. ഇദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും കണ്ടെടുത്തു എന്നുള്ളതാണ് വിവരം. സനോജാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിലെ ദർഗിൽ ഇടത് MPമാർ കന്യാസ്ത്രീ മഠത്തിൽ എത്തിയിരിക്കുന്നു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ജോസ് കെ മാണി, സന്തോഷ് കുമാർ അടക്കമുള്ളവരാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സിബി ചേരുകയാണ്. സിബി, കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യത്തെ എതിർത്തു എന്നുള്ളതാണ്. വിവരങ്ങൾ. തീർച്ചയായും ഇപ്പോൾ ഈ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അവിടെ ഛത്തീസ്ഗഡിലെ ഈ പ്രത്യേക NI കോടതി ഈ ഒരു കേസിൽ വിധി പറയാൻ വേണ്ടി നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഛത്തീസ്ഗഡ് സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രോസിക്യൂഷൻ ശക്തമായി ഈ വാദങ്ങളെ എതിർത്തു, അതായത് ജാമ്യാപേക്ഷയെ എതിർത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൻ്റെ വിധിയുടെ പൂർണ്ണ രൂപങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ വാദങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും നാളെ ഈ കേസിൽ വിധി പറയും. ഇന്നിപ്പോൾ ഈ കേസ് എടുത്തതും പിന്നീട് ഈ കേസിൽ വാദം നടക്കുകയും ചെയ്തു. എന്തായാലും ഇതിൽ ഒരു ശക്തമായി എതിർത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വളരെ ഒരു സംശയം ബാക്കിയുണ്ട്. ഇപ്പോൾ ഇവിടെ അഡ്വക്കേറ്റ് സിമി കൂടി നമ്മളൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതിൽ ഛത്തീസ്ഗഡ് സർക്കാർ വീണ്ടും ഈ ജാമ്യാപേക്ഷ എതിർത്തു എന്നുള്ളതാണ്. മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയിലൊക്കെ നിങ്ങളാണ് അപ്പീൽ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഒരു ഈ പ്രോസിക്യൂഷൻ്റെ വാദം എങ്ങനെയാണ് പോകുന്നത്? മജിസ്ട്രേറ്റ് കോടതിയിൽ നമ്മൾ FIR ബെയിലിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും FIR വന്നിരിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 143 ഓഫ് IPC, അതുകൂടാതെ ഛത്തീസ്ഗഡ് ധർമാന്തര നിയമം സെക്ഷൻ 4, ഈ 2 സെക്ഷനും ആയത് കാരണം മജിസ്ട്രേറ്റ് കോർട്ട് അതിനകത്ത് ഇംപ്രിസൺമെൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നതിന് എബൌട്ട് 10 years. അപ്പോൾ മജിസ്ട്രേറ്റ് കോർട്ട് പറഞ്ഞ് ഇത് ഇവിടെ ട്രയൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അത് നേരെ സെഷൻ കോർട്ടിലോട്ട് ട്രാൻസ്ഫർ ആക്കുമായിരുന്നു. പക്ഷേ നമ്മൾ സെഷൻ കോർട്ടിൽ കൊണ്ടുപോയി ഹർജി ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെഷൻ കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്ന് ഇത് ഇവിടെ ട്രയൽ ചെയ്യാൻ ഒക്കത്തില്ല, സെക്ഷൻ 143 അത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്, അത് ഇപ്പം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അണ്ടറിലുള്ള കോടതികളിലെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൂടാതെ സെക്ഷൻ 4 അതൊരു ജബറൻ ധർമാന്തരൻ എന്നാണ് ഇവിടുത്തെ ഭാഷയെ പറയുന്നത്, അതായത് പിടിച്ചു കെട്ടി മതം മാറ്റുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള കഠിനമായ സെക്ഷനുകൾ FIR വന്ന സ്ഥിതിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് അന്ന് സെഷൻ കോർട്ട് അത് മാറ്റിയത്. പിന്നെയും ഞങ്ങളപ്പം NIA കോടതിയുടെ അണ്ടറിലുള്ള കേസാണെങ്കിൽ പിന്നെ എന്തിനിവിടെ കസ്റ്റഡി തുടരുന്നു ജയിലിൽ? അതിനുവേണ്ടി പിന്നെയും മജിസ്ട്രേറ്റ് കോർട്ടിനെ ഇന്നലെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർഡർ ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ. അവർ പിന്നെയും പറയുന്ന ഇത് തന്നെയാണ്, 143 സെക്ഷൻ ഓഫ് IPC ആൻഡ് അണ്ടർ സെക്ഷൻ 4 ഓഫ് ഛത്തീസ്ഗഡ് ധർമാന്തരൻ നിയമം, ഇതിൻ്റെ രണ്ടിൻ്റെ ആധാരത്തിൽ ഛത്തീസ്ഗഡ് ധർമാന്തര നിയമം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ഛത്തീസ്ഗഡിൻ്റെ ധർമാന്തരൻ നിയമം അതിൻ്റെ വളരെ റിഗറസ് ആയിട്ടുള്ള ഇംപ്രിസൺമെൻ്റ് ആണ് അതിനകത്ത് പറയുന്നത്. ഇപ്പം അത് കാരണം ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി പിന്നെയും പറഞ്ഞ് ഇതിവിടെ ട്രയൽ ചെയ്യാനൊക്കത്തില്ല, നിങ്ങൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ തന്നെ സമീപിച്ചേക്കാൻ പറഞ്ഞു. കാരണം നമ്മൾ ഈ മജിസ്ട്രേറ്റ് കോർട്ടിനെ സമീപിച്ച എന്താ, FIR മെയ്ഡ് ഒരു ഡൗട്ടിൻ്റെ പേരിലാണ് FIR ഇട്ടിരിക്കുന്നത്. ധർമാന്തരം നടന്നിട്ടുണ്ടോ ഇല്ലയോ അത് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു ഡൗട്ടിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പിന്നെയും പോയത് ഇതുമായിട്ട്. പക്ഷേ പിന്നെയും ഈ 2 കോടതിയും പറയുന്നത് നിങ്ങൾ NIA കോർട്ടിനെ സമീപിക്കാനാണ് പറയുന്നത്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ. NIA കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നാളെ കേസ് ഡയറി മേടിച്ച ശേഷം നാളത്തേക്ക് വിധി പറയാൻ മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ NIA കോടതിയിലും ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ എതിർത്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഈ കേസിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ, അങ്ങനെ സംശയിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ കേസിൻ്റെ സെക്ഷൻ നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് ഇപ്പം നമ്മൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിനെ പറ്റി പറയാൻ പാടില്ലല്ലോ. ഈ സെക്ഷൻ്റെ വകുപ്പുകൾ എത്രത്തോളം അത് സെക്ഷൻ 143 BNS പുതിയത്, അത് ഈ പറയുന്നത് പോലെ റിഗറസ് ഇംപ്രിസൺമെൻ്റ് ഒക്കെ അതിനകത്ത് വിധിക്കുന്നത്. അപ്പം അത് കുറച്ച് ഹാർഡായിട്ടുള്ള ഇതായത് കാരണം ഇവിടുത്തെ കോടതി അതിനെ എതിർത്തത്.
കാരണം നമ്മൾ പിന്നെയും പോയത് എന്താണെന്നോ, ഒരു പരിഗണനയുടെ ഒരു ഡൗട്ടിൻ്റെ പേരിൽ FIR ഇട്ടിരിക്കുന്നല്ലോ എന്ന് ഓർത്താൽ പിന്നെയും പോയത്. അതുമല്ല ഈ സെഷൻ കോർട്ടിൽ നിന്ന് ട്രയൽ ചെയ്യാൻ വയ്യ, പിന്നെ എന്നാത്തിന് അനാവശ്യമായ കസ്റ്റഡി അതേ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഒരു പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തില്ലെങ്കിൽ ഇവർക്ക് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? എങ്ങനെയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഇപ്പോഴും ശക്തമായി എതിർക്കുകയാണ്, അതാണ് ഇതിനൊരു വലിയ പ്രതിസന്ധിയായിട്ടുള്ളത്. പക്ഷേ ഇതിലെ രാഷ്ട്രീയം അതുകൊണ്ട് രാഷ്ട്രീയമല്ല, ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നലെ പറഞ്ഞാണ് സർക്കാർ ഇതിനെ ശക്തമായി എതിർക്കില്ല, ജാമ്യാപേക്ഷ നൽകുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും ആ കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. ഇപ്പോഴും ആശങ്ക ഉണ്ട്. ഇപ്പോഴും ശരിക്കും ഇതിന് കേസിൽ ആശങ്കയില്ല ശരിക്കും ഇപ്പോഴും. അതുണ്ടാവുമായിരിക്കുമല്ലോ. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനൊക്കത്തില്ല. ഞാനിപ്പോൾ FIR-നെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നലെ പറഞ്ഞാണ് സർക്കാർ ഇതിനെ ശക്തമായി എതിർക്കില്ല, ജാമ്യാപേക്ഷ നൽകുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും ആ കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. ഇപ്പോഴും ആശങ്ക ഉണ്ട്. ഇപ്പോഴും ശരിക്കും ഇതിന് കേസിൽ ആശങ്കയില്ല ശരിക്കും ഇപ്പോഴും. അതുണ്ടാവുമായിരിക്കുമല്ലോ. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനൊക്കത്തില്ല. ഞാനിപ്പോൾ FIR-നെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. FIR തിരുത്തുവരുത്തിയ ഏതൊക്കെ കേസാണ്? ഇല്ല ഇല്ല അത് കാണുന്നു. എനിക്ക് കിട്ടിയ FIR-നകത്ത് 143 സെക്ഷൻ 4 വെച്ച് ചേർത്തിരിക്കുന്നത്. സെക്ഷൻ 4ഉം 143 പറയുന്നത്. പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടത് പോലീസാണ്, അല്ലാണ്ട് കോടതി വന്നിട്ടല്ല. പോലീസ് അവരുടെ പോലീസ് ഏത് ഇപ്പം GRPF പോലീസ് സ്റ്റേഷനല്ലേ, അപ്പം അവർ വേണം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട്. ഇല്ല എടുത്തിട്ടില്ലല്ലോ, എടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു ആശയക്കുഴപ്പമുണ്ട്. കാരണം ഈ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ ഈ അഭിഭാഷകരുടെ കയ്യിലേക്ക് ലഭിച്ചിട്ടില്ല, എടുത്തിട്ടില്ല എന്നൊക്കെ ഇവർ പറയുന്നു. എന്തായാലും ഇതിൽ ഒരു സങ്കീർണമായ നിയമ സാഹചര്യം അല്ലെങ്കിൽ തന്നെ പറയാം. ഇന്നിപ്പോൾ വാദം പൂർത്തിയായി, നാളെ ജാമ്യം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഈ ഒരു വൈദിക സമൂഹത്തിനും കന്യാസ്ത്രീ സമൂഹത്തിനുമുണ്ട്. ആ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചു. പിന്നീട് കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു. കേസ് ഡയറി ഹാജരാക്കി. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ കഴിയില്ല എന്നുള്ള നിലപാട് ആണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് അന്ന് നിലപാട് സ്വീകരിക്കുകയും പിന്നീട് ഈ കേസിൽ ഈ പ്രോസിക്യൂഷൻ ഈ ഒരു ജാമ്യത്തെ എതിർക്കുകയും ചെയ്തു. പിന്നീടാണ് ഇതിൽ വിധി പറയാൻ വേണ്ടി നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ ആശങ്കയാണ് ഇവിടെയുള്ള ഈ ക്രൈസ്തവ സഭയ്ക്കും സമൂഹത്തിനും ഉള്ളത്. എന്തായാലും നാളെ വരെ ഇനി കന്യാസ്ത്രീമാർ ജയിലിൽ തുടരണം. ഇന്നിപ്പോൾ 8ാം ദിവസമാണ് കന്യാസ്ത്രീമാർ ജയിലിൽ കഴിയുന്നത്. നാളെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. സിബി, ഈ BJP-യുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ഈ കേരളത്തിലും അതുപോലെ തന്നെ അവിടെ ഛത്തീസ്ഗഡിലുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമിത്ഷാ ഇടപെടുന്നു, രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നു, അനൂപ് ആന്റണി അവിടേക്ക് വരുന്നു, ഇവിടെ പോയി ബിഷപ്പുമാരെ കാണുന്നു, എന്തൊക്കെ കാണുന്നു. പക്ഷേ എന്നിട്ട് അവസാനം ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ അതിനെ എതിർക്കുകയാണ്. ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് ഇപ്പോഴും അല്പം മുമ്പ് കോടതിയിൽ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ അഭിഭാഷകർ പറയുന്നത്. സിബി, ഇവരുടെ വാക്കും ഇവരുടെ പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല BJP-യുടെ. ഷമി, തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയും വെല്ലുവിളിയും. അതായത് ഇതിൽ ഈ കോടതിയിലല്ല, ഏത് കോടതിയിലും, അതിപ്പോൾ NIA കോടതി ആയാലും മജിസ്ട്രേറ്റ് കോടതി ആയാലും ഹൈക്കോടതിയിൽ എവിടെ പോയാലും അവിടെ ഛത്തീസ്ഗഡ് സർക്കാർ എടുക്കുന്ന നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ ഷോൺ ജോർജിൻ്റെ ബൈറ്റ് എടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത് BJP സർക്കാർ, അതായത് ഛത്തീസ്ഗഡ് സർക്കാരിനെ പൂർണ്ണമായും അദ്ദേഹം പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും ചെയ്യണം. അതായത് ഈ കേസ് ഒരു തെറ്റിദ്ധാരണ മൂലം എടുത്താണ് ഈ കേസിനെക്കുറിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറയാനുള്ള കാരണം ആദ്യം അദ്ദേഹത്തിന് ഈ കേസിനെക്കുറിച്ച് അറിവ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല BJP സർക്കാർ തീരുമാനിച്ചാൽ എങ്ങനെ കന്യാസ്ത്രീമാർ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം ചോദിച്ചത്. എന്തായാലും BJP ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ നാടകം കളിക്കുന്നു. ഈ പാവങ്ങളായ കന്യാസ്ത്രീമാരെ പറഞ്ഞു പറ്റിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ചൂണ്ടിക്കാട്ടിയത് ഇവർക്ക് ജാമ്യം ലഭിക്കും, ഇവർ ഉടൻ ജയിൽ മോചിതരാകും എന്നുള്ളതായിരുന്നു. ഇത് പ്രകാരമാണ് ഇവർ ഏറെ പ്രതീക്ഷയോടെ ഇരുന്നത്.
ഇതിന് ജയിൽ മോചനമാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഛത്തീസ്ഗഡ് ബി ജെ പി സർക്കാർ ഈ ഒരു കേസിനെ അല്ലെങ്കിൽ ഈ ഒരു ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നുള്ളതാണ്. പക്ഷേ കോടതിയിൽ എത്തുമ്പോൾ ഈ ജാമ്യാപേക്ഷ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ ഛത്തീസ്ഗഡിൻ്റെ ഇപ്പോൾ അഡ്വക്കേറ്റ് സിമി പറഞ്ഞ പോലെ തന്നെ ഛത്തീസ്ഗഡിലെ ധർമാന്തരൻ സെക്ഷൻ 4 എന്ന വകുപ്പ് കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതൊരു പുതിയ അറിവ് കൂടിയാണ്. നേരത്തെ നമ്മൾ ഓർത്തിരുന്നത് BNS 143 ആക്ട് മാത്രമായിരുന്നു. പക്ഷേ ഇത് ഛത്തീസ്ഗഡിലെ പ്രത്യേക ഒരു സാഹചര്യം അനുസരിച്ച് ഇവിടെ സംസ്ഥാനത്ത് ഈ ധർമാന്തരൻ സെക്ഷൻ 4 എന്ന വകുപ്പ് കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതും വളരെ ഗൗരവകരമായ വകുപ്പുകൾ ഈ സംസ്ഥാന സർക്കാർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഈ ഒരു ജാമ്യം ലഭിക്കാനുള്ള തടസ്സം ആയി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നിപ്പോൾ ഇതിൽ ചെറിയൊരു വാദം പൂർത്തിയായിട്ടുണ്ട്. കേസ് ഡയറി ഹാജരാക്കിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെയും കോടതി പരിശോധിക്കേണ്ടി വരും. അതിനുശേഷമായും നാളെയായിരിക്കും ഇതിലൊരു അന്തിമ വിധി ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ ഈ നിലപാട് സ്വീകരിച്ച് തുടർന്ന് ആശങ്ക ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും സന്തോഷ് കുമാറും ജോസ് കെ മാണി എംപി എല്ലാം തന്നെ ഇവിടെ കന്യാസ്ത്രീമാരെയും അച്ഛന്മാരെയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അവിടെ എല്ലാ പിന്തുണയും പറഞ്ഞു. പാർലമെൻറ്റിൽ ഇനിയും അവർക്ക് വേണ്ടി മടങ്ങാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. ഇനിയിപ്പോൾ 9ാം ദിവസം കൂടി ഈ കന്യാസ്ത്രീമാർ ജയിലിൽ കഴിയേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ 8 ദിവസം ഇന്ന് പൂർത്തീകരിക്കുകയാണ് ഈ കന്യാസ്ത്രീമാർ ജയിലിൽ കഴിയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മൊഴി നൽകിയ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ തന്നെ പറഞ്ഞിരിക്കുന്നു തങ്ങളെ ബലം പ്രയോഗിച്ചുകൊണ്ട് അടിച്ചും മർദ്ദിച്ചുമാണ് തങ്ങളെ കൊണ്ട് ഇപ്പോൾ ഈ കന്യാസ്ത്രീമാർക്കെതിരെ മൊഴി പറയിപ്പിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല ഇതിൽ തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജോലിക്ക് വേണ്ടി പോയത്. അതിൽ ഈ മൊഴി മാറ്റിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ വന്നിരുന്നു. ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഒന്നാമത് ആ പെൺകുട്ടി പറയുന്നത് ക്രൂരമായി മർദ്ദിച്ചു, ഞങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. മാത്രമല്ല ഈ കന്യാസ്ത്രീമാർക്കെതിരെ മൊഴി പറഞ്ഞു. അതുകൂടാതെ ഞങ്ങൾ 10 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ആളാണ് ഞാൻ. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ദിവസം 250 രൂപയായിരുന്നു. പക്ഷേ ഈ കന്യാസ്ത്രീമാർ താമസവും ഭക്ഷണവും നല്ല ശമ്പളവും തരാമെന്ന് പറഞ്ഞപ്പോഴാണ് പോയത്. മാത്രമല്ല ആ കോളനിയിൽ നിരവധി പേർ അത്തരത്തിൽ വിവിധ കന്യാസ്ത്രീ മഠങ്ങളിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല ജീവിത നിലവാരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ കന്യാസ്ത്രീമാർക്കൊപ്പം അവർ ആഗ്രയിലും മറ്റും ജോലി ചെയ്യാൻ വേണ്ടി പോയത്. പക്ഷേ ആ കന്യാസ്ത്രീമാരൊപ്പം പോയ ഈ 3 പെൺകുട്ടികളെയും അവർക്കൊപ്പം തുണയായി പോയ യുവാവിനെയുമാണ് ക്രൂരമായി മർദ്ദിച്ച് ആ യുവാവിനടക്കം ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അവർക്കെതിരെയാണ് ഈ പറയുന്ന 143 എന്ന സെക്ഷൻ BNS സെക്ഷനും അതോടൊപ്പം തന്നെ ഈ ഛത്തീസ്ഗഡിലെ ധർമാന്തരൻ സെക്ഷൻ 4ഉം ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നത്. സ്വാഭാവികമായും അത് കന്യാസ്ത്രീമാരുടെ ജയിൽ മോചനം അത് പരമാവധി നീട്ടാനുള്ള എല്ലാവിധ തീരുമാനമായി മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. സിബിയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈവനിംഗ് ഡിബേറ്റ് പൂർണ്ണമാകുന്നു.